വയനാട് പുൽപ്പള്ളിയിൽ വയോധികനെ കൊന്ന കടുവയെ മയക്കുവെടിവെക്കാൻ ഉത്തരവ്. കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. എന്നാൽ ഇന്നലെ മറ്റൊരിടത്തും കടുവയെ കണ്ടത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. 3 ദിവസമായി നാടിനെ ഭീതിയിലാഴ്ത്തുന്ന കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ ഉത്തരവ്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ദേവർഗത ഉന്നതിയിലെ മാരനെ കടുവ കൊന്നത്. വിറക് ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. തുടർന്ന് കടുവ വനത്തിലേക്ക് ഉൾവലിഞ്ഞു. എന്നാൽ തൊട്ടടുത്തുള്ള ഉന്നതിയിലും കടുവയെ കണ്ടെത്തി. മാടപ്പള്ളിക്കുന്ന ഉന്നതിക്ക് സമീപമാണ് കടുവയെ കണ്ടത്. സ്ഥലത്ത് വനപാലകരും പോലീസും കാവൽ ശക്തമാക്കി. കാലിൽ പരിക്കുള്ള കടുവയെ വനപാലകർ പടക്കം പൊട്ടിച്ച് കാട് കയറ്റിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കാടിനോട് ചേർന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ വീണ്ടും ഉൾക്കാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ തന്നെ കടുവ തിരിച്ചിറങ്ങിയാൽ മാത്രമാണ് വനം വകുപ്പിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസം മരിച്ച മാരന്റെ മൃതദേഹം ഏറെ നേരത്തെ പ്രതിഷേധത്തിന് ശേഷമാണ് ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. ഇനിയും കടുവയെ പിടിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനം, വയനാട്.